ഹലോ ഹൈഡാ മക്കളെ. നമുക്ക് നാളെ എക്സാം ആണ്, നമുക്ക് പൊളിക്കേണ്ടതുണ്ട്. പക്ഷെ മാത്സ് എക്സാം എന്തല്ലടാ, യെസ് വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ അത് സംഭവമാവും എവിടെ, 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്സ് എന്താവും, ഭയങ്കര സംഭവമുള്ള ഒരു എക്സാം ആവും. പക്ഷേ 8ാം ക്ലാസ്സിൽ മക്കളെ ഇതാ ഇന്ന് നമ്മളെ ചാനലിലുള്ള വീഡിയോസും അതുപോലെ ഇന്നത്തെ ലൈവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു വിധത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുന്നുള്ളത് ഉറപ്പാണ്. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്, ഓക്കെ. പക്ഷേ നമ്മൾ 9ലും 10ലും ഒക്കെ നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് 40 മാർക്കിനാണ് എക്സാം. ഒന്നും ഒരു സീനേ അല്ല, നമുക്കത് തൂഫാനാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് നോക്കാടാ. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ എന്താണ് ചതുർഭുജങ്ങളുടെ പരപ്പളവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താ സാറേ ചോദിക്കുക? ചതുർഭുജങ്ങളുടെ പരപ്പളവാണ് സാറേ ചോദിക്കുക. അത് കാണാൻ എന്തോ പാടുണ്ടോ സാറേ? ഫോർ എക്സാമ്പിൾ മറ്റേ അവൻ പറയുന്നവര് ആര്, സലീം കുമാർ ഏതോ പടത്തിൽ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നവര്. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കടാ. യെസ് സാർ, ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ റെക്റ്റാങ്കിൾ. ഈ ഫിഗറിൽ എന്താണ്? എ ബി സി ഡി ഒരു റെക്റ്റാങ്കിൾ ആണ്. ആയിക്കോട്ടെ, എ ബി സി ഡി റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ്. ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതവിടെ ചോദ്യം ഉണ്ടേ, ഓക്കെ. യെസ്, ആൻഡ് ഇവിടെ എന്താണ്? എ ബി 8 ആണ് സാറേ. എ ബി ഇതാ ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ് സാറേ? 8 ആണ് സാറേ. അപ്പൊ എടാ നോക്ക്, ഇതെത്ര? 3. അപ്പൊ ഇതെത്ര ഉണ്ടാവൂടാ പറ നോക്കടേ. ഈ ടോട്ടൽ എത്ര? 8 അല്ലേ? അതിൽ ഇതെത്ര? 3. അപ്പൊ 8ന്ന് 3 കുറച്ച് നോക്കടാ. 8 - 3 എത്ര വരിക? 5. അപ്പൊ ഇതെത്ര സാറേ? 5 ആണ്. ഓക്കെ ആണല്ലോ. സോ ആദ്യം തന്നെ ആ ഒരു പോയിന്റ് നമുക്ക് എഴുതാലോ. എ പി എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. അതിപ്പോ എവിടുന്നാ കിട്ടിയത്? കാരണം ഇത് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. ഇത് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. ടോട്ടൽ 8 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നു. അപ്പൊ ഇതെത്രയായിരിക്കും? 5 അല്ലേടാ. ഇത് 3, ടോട്ടൽ 8. ടോട്ടൽ 8ന്ന് ഈ 3 കുറച്ച് നോക്ക്, ബാക്കി 5 അല്ലേ ഇവിടെ ഉണ്ടാകുക. യെസ്, എന്ത് സിമ്പിളാ അല്ലേ? ഓക്കെ, യെസ്. ആൻഡ് എ ഡി എത്രയാണ്? 4 ആണ്. ആരാണ്? ദാ ഇത് 4 ആണ്. അത് അവിടെ എഴുതിയിട്ടുണ്ട്. പി ക്യൂവും ക്യൂ ഡിയും എത്രയാണ്? 3 ആണ്. പി ബിയും ക്യൂ ഡിയും. പി ബി ആരാ? പി ബി ആരാ? യെസ്, പി ബി 3 ആണ്. ഓക്കെ, ഇവിടെ എഴുതി. ക്യൂ ഡി 3 ആണ്. ക്യൂ ഡി ആരാടാ? യെസ്, ക്യൂ ഡി 3 ആണ്. ഇതും ഇവിടെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലുള്ളത്. ഇത് 3, ഇത് 4, ഇത് 5, ഇത് 3. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ എ ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. ഒന്നും പേടിക്കേണ്ടിയില്ല. ഈ ചാപ്റ്ററിന് 1 മാർക്ക് പോലും എവിടെ മിസ്സാകാൻ പോകുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എ ബി സി ഡി. എന്ത് ഈസി ക്വസ്റ്റ്യനാ സാറേ. എ ബി സി ഡി എന്ന് പറഞ്ഞ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാർ ഒരു ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു റെക്റ്റാങ്കിളിന്റെ ഒരു ചതുരത്തിന്റെ ഏരിയ എങ്ങനെയാടാ കണ്ടുപിടിക്കുക? നോക്കി, സിമ്പിൾ. ഈ ചതുരത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? സാർ ചതുരത്തിന്റെ ഏരിയ കാണണമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സാർ ഇതിന്റെ ലെങ്ത് എത്രയാണ്? 8 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? ഇതാ ഇവിടെ എത്രയാ? അത് തന്നെയല്ലേ ഇവിടെ ഉണ്ടാകുക. അപ്പോ 4. അപ്പോ ലെങ്ത് എത്രയാണ്? 8. ബ്രെഡ്ത്ത് എത്രയാണ്? 4. സിമ്പിൾ അല്ലേ? എന്നാ നോക്കിയോളി എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ എന്താണ് ചതുരത്തിന്റെ പരപ്പളവ് എന്താണ് സാറേ? ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ നീളം ഇൻറ്റു വീതിയാണ്. നീളം എത്രയാണ് ഇവിടെ? 5 3 ടോട്ടൽ ഇതെത്ര? 8 അല്ലേ? അപ്പൊ നീളം എത്രയാണ്? ലെങ്ത് 8 ആണ്. ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? ഇതാ വീതി. ഈ വീതി എന്ന് പറഞ്ഞാൽ ഈ വീതി തന്നെ എത്ര? 4 ആണ്. അപ്പൊ 8 ഇൻറ്റു 4 എത്രയാണ്? 32 സെന്റിമീറ്റർ സ്ക്വയർ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ആൻസർ ആയി പോയില്ലേ? യെസ് സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പി? എ പിയുടെ ലെങ്ത് എത്ര? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്. എ പി എത്രയാണ്? 5 സെന്റിമീറ്റർ ആണല്ലേ? അയ്യ, ഇതെന്ത് മണ്ടൻ ക്വസ്റ്റ്യനാ. റെക്റ്റാങ്കിൾ എ ബി സി ഡി. ഓക്കെ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പി? എ പിയുടെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 5 സെന്റിമീറ്റർ. എന്ത് മക്കളോട് ചോദിക്കുന്ന മാതിരി ചോദിക്കുന്നടാ. ഓക്കെ, എത്ര? എ പി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ അടുത്തത് നോക്കിയാലോ. യെസ്, അടുത്തത് നോക്കുക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം എ പി സി ക്യു? പാരലലോഗ്രാം എ പി സി ക്യുവിന്റെ ഏരിയ എന്ത്? ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യം. ബാക്കിയൊക്കെ 1ാം ക്ലാസ്സിന് വഴിതെറ്റി വന്ന ചോദ്യങ്ങളാ. എ പി സി ക്യുവിന്റെ പരപ്പളവ് എത്ര? ഇതെന്താണ്? പാരലലോഗ്രാം ആണ്, ചതുർഭുജാണ്. ഈ ഒരു സാധനത്തിന്റെ പരപ്പളവാണ് നമ്മളോട് ചോദിച്ചത്. ഈ പച്ച കളറിലുള്ള സാധനത്തിന്റെ പരപ്പളവില്ലേ, ഇതാണ് നമ്മളോട് ചോദിച്ചത്. എങ്ങനെയാ സാറേ ഒരു പാരലലോഗ്രാമിന്റെ പരപ്പളവ് കാണാം? ഒരു പാരലലോഗ്രാം അല്ലെങ്കിൽ സമാന്തരികത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണാം? നോക്കടാ, ഇതൊരു പാരലലോഗ്രാം ആണെന്ന് വിചാരിക്കുക. എന്ത്? പാരലലോഗ്രാം അല്ലെങ്കിൽ എന്താണ്? സമാന്തരികം. ഇതൊരു എന്താടാ
ഓക്കെ, ഇതൊരു പാരലലോഗ്രാം ആണ്, അല്ലെങ്കിൽ എന്താണ്, സമാന്തരികമാണ്. സർ ഇതിൻ്റെ പരപ്പളവ് എങ്ങനെയാ കാണുക? പരപ്പളവ് എങ്ങനെയാ കാണുക? സി ക്വസ്റ്റ്യൻ. പാരലലോഗ്രാമിൻ്റെ പരപ്പളവ് എങ്ങനെയാ കാണുക? ഏരിയ ഓഫ് പാരലലോഗ്രാം അല്ലെങ്കിൽ എന്താണ്? യെസ് സാർ, സമാന്തരികത്തിൻ്റെ പരപ്പളവ് ഏരിയ ഓഫ് പാരലലോഗ്രാം. സർ എങ്ങനെയാ കാണുക? സിമ്പിളാ സാർ, സിമ്പിളാ സാർ. എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. സാറേ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സാർ എന്താ ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, പാരലലോഗ്രാമിൻ്റെ ഈ സൈഡ് ഇതിനെയാണ് ബേസ് എന്ന് വിളിക്കുന്നത്. നോക്കടാ, ബേസ് എന്താണ്? ഇതാണ് സാറേ ബേസ്. അപ്പോൾ എന്താ സാറേ ഹൈറ്റ്? സാർ ബേസിൽ നിന്നും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള കുത്തനുള്ള അകലം. സാർ കുത്തനുള്ള അകലം. അപ്പോൾ ഈ റെഡ് കാണുന്നതാണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഏതാണടാ ഹൈറ്റ്? വേറെ കളർ കൊടുക്കുക അല്ലേ? ഏതാടാ ഹൈറ്റ്? ഈ വെള്ള കളറിലുള്ളതാണ് ഹൈറ്റ്, ഈ ചുവന്ന കളറിലുള്ളതാണ് എന്ത്? ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ പാരലലോഗ്രാമിൻ്റെ ഏരിയയായി, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ നമുക്കിവിടെ നോക്കുക, ബേസ് എന്താണ് ഈ പാരലലോഗ്രാമിൻ്റെ? ഞാൻ ചുവന്ന കളർ കൊടുക്കുകയാണേ. ഇതിൻ്റെ ബേസ് എത്രയാടാ? നിങ്ങൾ പറ, എല്ലാവരും പറ, ബേസ് എത്ര ഈ ചുവന്ന കളറിൻ്റെ? സാർ 5 ആണ്. അങ്ങനെയെങ്കിൽ സാറേ ഇതിൻ്റെ ഹൈറ്റ് എന്താ? അയ്യോ സാറേ ഇത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഹൈറ്റ് എത്രയാണ്? ഇതിപ്പോൾ എത്ര അവിടെ തന്നില്ലല്ലോ. എടാ ഇവിടെ തന്നിക്ക്, ഇതെത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട്. ഇത് 4 ഇതും 4 ഇതും 4 ഒക്കെ 4 ആയിരിക്കൂലേ? ആണ് സാർ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര? 4 സാറേ. അപ്പോൾ ബേസ് എത്ര? 5, ഹൈറ്റ് എത്ര? 4. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എന്താ? 5 × 4 = 20 cm² ആണ് സാറേ. സെറ്റ് ആണല്ലോടാ. ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ഡൗട്ട്സ് ഒന്നും നിങ്ങൾക്ക് അടിക്കാനില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെറ്റാണോ? ഏതെങ്കിലും പോയിന്റിൽ ഒരു ഡൗട്ട് ഉണ്ടോ? ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യുന്ന ഉറപ്പല്ലേ? ആണല്ലോ, ആണ്. അങ്ങനെയെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഈ ചാപ്റ്റർ നോക്കിയാലോ? ഓക്കെ, ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ഈ ചാപ്റ്റർ നോക്കാം. അതാ മലയാളികളുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിനെ. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു സെക്കൻഡിൽ തന്നെ ഇതാണ് മലയാളം ക്വസ്റ്റ്യൻ ഉണ്ട്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരൊറ്റ സെക്കൻഡിൽ തന്നെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക? ഈ വീഡിയോ പോസ് ചെയ്യുക, ഇതിൻ്റെ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് മാത്രം ഞാൻ എന്താണ് ആൻസർ പറയുന്നത് നോക്കിയാൽ മതി. സോ വീഡിയോ പോസ് ചെയ്യാനുള്ള ടൈം 3, 2, 1 പോസ്. ഓക്കെ, എല്ലാവരും പോസ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആൻസറിലേക്ക് നമുക്ക് പോകുന്നതിൻ്റെ മുന്നേ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കാം. ഇൻ ദ ഫിഗർ ABCD ഈസ് എ ട്രപ്പീസിയം. സർ നോ സീൻ. ABCD എന്താണ്? ഒരു ട്രപ്പീസിയം ആണ്. ABCD ട്രപ്പീസിയം ആണ്. ഇതെന്തോന്ന് ട്രപ്പീസിയം? ഇതെന്താ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ? എടാ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോടാ? ഒന്നുമില്ല, 4 സൈഡുള്ള ഒരു സാധനം, ഒരു ചതുർഭുജമാണ്, അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും 2 സൈഡ് മാത്രം എന്തായിരിക്കും? പാരലൽ, സമാന്തരമായിരിക്കും. ഓക്കെ, എന്താണ് ലംബകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 സൈഡുള്ള ഒരു സാധനമാണ്. പക്ഷെ അതിൻ്റെ ഏതെങ്കിലും 2 സൈഡ് മാത്രമേ സമാന്തരമായിട്ടുണ്ടാവൂ. അതിനെയാണ് ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ സാർ. ഇതിൽ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് അളവുകൾ തന്നിട്ടുണ്ട്. ഇത് 6 ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടാവും അല്ലേ? 6 ആണ്, 5 ആണ്, 3 ആണ്, 4 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആംഗിൾ A 90 ആണെന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ D 90 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നത്? ഓക്കെ, എ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് എ ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഈ ഫിഗർ ഇതാ സിമ്പിളായി തന്നു. ഇനി എ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഓഫ് ദ ട്രപ്പീസിയം. ഓയോ ഷിറ്റ്, എന്താണ് ഇത്? LKGക്ക് ഉള്ളതാട്ടോ, ഇത് 1ാം ക്ലാസ്സിനുള്ളതല്ല. അല്ലേ നിങ്ങൾ പറടാ. ഇതിന്റെ പാരലൽ സൈഡ്സിന്റെ സമ്മ എത്രയാണെന്നാ ചോദിച്ചത്. ഏതൊക്കെ പാരലൽ സൈഡ്? ഇതും ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണെന്നാ ചോദിച്ചത്. 6ഉം 3ഉം കൂട്ടിക്കോളി. 6 3 കൂട്ടിക്കോളി. എത്രടാ? 6 3 9 സാറേ. സിമ്പിളായിട്ട് എ ക്വസ്റ്റ്യൻ ആൻസർ കാണാമല്ലോ സാറേ. എത്ര? 6 + 3 = 9 സെൻറ്റിമീറ്റർ. എന്താണ്? 9 സെൻറ്റിമീറ്റർ ആൻസറായി. സോ ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ സാർ, ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. ഇത് ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയം. ലംബകത്തിൻ്റെ പരപ്പളവ് എത്ര? അതെങ്ങനെയാടാ കാണുക ലംബകത്തിൻ്റെ പരപ്പളവ്? ഈ സാധനത്തിന് ഇപ്പം നമുക്ക് പരപ്പളവ് കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ പാരലലോഗ്രാം ആണ് നേരത്തെ തന്നിരുന്നത്. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ പരപ്പളവ് കാണാൻ നമുക്ക് അറിയാനല്ലേ സാറേ? എങ്ങനെ? ബേസ് ഇൻറ്റു ഹൈറ്റ്.
ഓക്കെ. പക്ഷെ ഇതെന്താ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഏതോ രണ്ട് സൈഡ് മാത്രം എന്താ പാരലൽ, എന്നിട്ട് എന്തോ എലിപ്പെട്ടിമാതിരി കിടക്കുന്ന ഒരു അലമ്പ് സാധനോ. ഇതിന്റെ പരപ്പളവ് എങ്ങനെ കാണാം? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മുറിച്ച് കളയാം. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ ഇങ്ങോട്ട് മുറിച്ചത്, അവിടുന്ന് കുത്തനെ താഴോട്ട് വരച്ചിട്ട് അങ്ങ് മുറിച്ച്. അപ്പൊ ഇതെത്ര? 90 ഡിഗ്രി കുത്തനെ താഴോട്ടല്ലേ? ഓക്കെ സാർ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇവിടെ കാണുന്ന ഈ ഫിഗറിന്റെ പേരെന്താ? ഈ ഒരു ഫിഗറിന്റെ പേരെന്താ? ഇതിന്റെ പേര് സാറേ ഇതൊരു ചതുരമാണ് അല്ലേ സാറേ? ഇതൊരു ചതുരമാണ്. അതുപോലെ ഈ രണ്ട് അടയാളപ്പെടുത്തി എന്താടാ? ഒരു ത്രികോണവുമാണ്. ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണണ്ടേന്ന് അറിയാലോ? ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെയാ കാണണ്ടേന്ന് നിങ്ങൾക്ക് അറിയാലോ? ആണ്. ഇത് രണ്ടും കൂടി കണ്ടിട്ട് അങ്ങ് കൂട്ടിയാൽ പോരെ? എടാ ഇതിൻ്റെ കൂടി കൂട്ടിയാൽ പോരെ? അപ്പൊ ടോട്ടലിൽ കിട്ടിയില്ലേ? ആണല്ലോ. അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ എന്താണ് ചതുരത്തിന്റെ പരപ്പളവ് പ്ലസ് ത്രികോണത്തിന്റെ പരപ്പളവ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടിക്കോളും? ലംബകത്തിന്റെ അല്ലെങ്കിൽ ട്രപ്പീസിയത്തിന്റെ പരപ്പളവ് കിട്ടിക്കോളും. സോ ബി ക്വസ്റ്റ്യൻ ഹിയർ, ഇവിടെ ഏരിയ ഓഫ് ട്രപ്പീസിയം, ട്രപ്പീസിയം ഓക്കെ, അല്ലെങ്കിൽ സാമാന്തരിക എന്താണ് ലംബകത്തിന്റെ പരപ്പളവ് ഇവിടെ എങ്ങനെയാടാ കിട്ടുക സർ? ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുരത്തിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് എന്ത്? ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ ഏരിയ. സാർ എന്താ പറഞ്ഞ? ഒന്നുമില്ല. ഈ മൊത്തം ഫിഗറിന്റെ പരപ്പളവ് കാണണം. അതിന് ഞാൻ ഇതിലൂടെ ഒരു വര വരച്ചപ്പോൾ ഈ ഭാഗം എന്താ? ചതുരമാണ്, ഈ ഭാഗം ത്രികോണാണ്. അപ്പോൾ മൊത്തം പരപ്പളവ് ഏരിയ കിട്ടണമെങ്കിൽ ഇതിന്റെയും കൂടി ഏരിയ കൂട്ടിയാൽ മതി. അതായത് റെക്റ്റാങ്കിളിന്റെ ഏരിയയും ട്രയാങ്കിളിന്റെ ഏരിയയും കൂടി കൂട്ടിയാൽ മതി. ഓക്കെ. ഇനി റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ സാറേ കാണുക? ബേസ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എത്ര സാറേ? 4ഉം 3ഉം. അപ്പൊ ഇതിന്റെ ഏരിയ എന്താ വരിക? 4 ഇൻറ്റു 3 12 അല്ലേടാ വരിക. ഈ ഒരു ഏരിയ എന്താ വരിക സാറേ? 12 അല്ലേ വരിക? അതെവിടുന്നാ കിട്ടിയേ സാറേ? ഇതിന്റെ ലെങ്ത് 4, ബ്രെഡ്ത്ത് 3. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര വരിക? 4 ഇൻറ്റു 3 12 ആണ് സാറേ വരിക. ഓക്കെ. അപ്പൊ റെക്റ്റാങ്കിളിന്റെ ഏരിയ 4 ഇൻറ്റു 3 ആണല്ലോ. ഓക്കെ. ഇനിയോ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാടാ വരിക? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാ വരിക? നിങ്ങൾ പറ സാർ. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ കാണുക? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ സാർ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് സാറേ. ആണല്ലോ. ഓക്കെ. നോക്കിക്കോളി. എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ സാറേ. ഇവിടെ ബേസ് എന്താ? ബേസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേ? ഈ ലെങ്ത് എന്താ സാറേ? സാർ ഈ ടോട്ടൽ എത്രയാണ്? 6 ആണ് അല്ലേ? അപ്പൊ ഞങ്ങൾ ഇതെങ്ങനെയാ കണ്ടുപിടിക്കാം? അതിനൊരു ഐഡിയ ഉണ്ടാ? ഇത് 3 തന്നില്ലേ? അപ്പൊ ഈ താഴെ കാണുന്ന ഈ ഒരു ലെങ്ത്തും എത്ര തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും അല്ലേ? എത്ര തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. ഇനി ടോട്ടൽ ഇത് 6 പറഞ്ഞത്. അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇതെത്ര സാറേ? ഇതും 3 തന്നെ അല്ലേ? അപ്പൊ നമ്മുടെ ട്രയാങ്കിളിന്റെ ബേസ് എത്ര സാറേ? 3. ഞങ്ങളുടെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാ? ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നോക്കിയാൽ പോരെ? 4. അപ്പൊ ബേസ് 3 ഹൈറ്റ് 4. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് 3 ഹൈറ്റ് 4. ഇത് ചെയ്താൽ പോരെടാ? സിമ്പിൾ അല്ലേ? ഓക്കെ. നോക്കിയോ. 4 ഇൻറ്റു 3 12 പ്ലസ് ഇത് എത്രയാടാ വരിക? 1 ഇൻറ്റു 3 3 ആണ്. 3 ഇൻറ്റു 4 എത്ര? 12 ആണ്. ഹരിക്കണം 2. 12 ഹരിക്കണം 2 എത്ര? 6 ആണ് സാറേ. ഇനി 12 6 കൂടി കൂട്ടിയാൽ പോരെ സാർ? 18 സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ അല്ലടാ? എന്തൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെ അലമ്പ് ഫിഗറിന്റെ ചിത്രം വന്നിട്ട് ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. നമുക്കറിയാവുന്ന രീതിയിലേക്ക് അതിനെ അങ്ങ് മാറ്റിയാൽ മതി. നമ്മൾ ഇവിടെ തന്നെ ഈ ലൈൻ കൊണ്ടുപോയി വരച്ചാൽ എന്താ? ഇങ്ങനെ വരച്ചാൽ സാറേ ഇവിടെ ഒരു റെക്റ്റാങ്കിളും ഇവിടെ ഒരു ട്രയാങ്കിളും കിട്ടും. അതുകൊണ്ടാണ് ഇതിന്റെ ഏരിയ ആണോ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയത്തിന്റെ ഏരിയ നമ്മൾ അങ്ങനെ കൂളോസ്കി ആയിട്ട് കണ്ടു. ഈ ലെങ്ത് ഒക്കെ എന്തിനാ തന്നെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഓക്കെ. എന്തെങ്കിലും ആവട്ടെ. AB 6 ആണ്. ഒന്നും തെറ്റിയില്ലല്ലോ. BC 5 ആണ്. ഓക്കെ. BC വെറുതെ തന്ന കാര്യമൊന്നുമില്ല. ഓക്കെ. സോ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഏരിയ കാണാൻ എന്തോ പാടുണ്ടോടാ? പാടൊന്നുമില്ലല്ലോ? ഇല്ല.
സോ എന്ത് ചെയ്യുക, ഈ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി തരട്ടെ. ഓക്കെ 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 ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ. യെസ്. ഓക്കെ യെസ്, ഇതെന്താണ്? ഒരു സാമാന്തരികം അല്ലെങ്കിൽ എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. ഇതിന്റെ ആദ്യത്തെ ഡയഗണലിന്റെ നീളം, മഞ്ഞ ഡയഗണലിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇതിന് ഒരു ഡയഗണൽ വികരണം കൂടി വരയ്ക്കാലോ? വരയ്ക്കാം സാർ. അതിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. എത്രയാണ് ഈ നീലന്റെ ലെങ്ത്? ടോട്ടൽ ലെങ്ത് ആണ്, ഈ സൈഡ് മാത്രമല്ല, ടോട്ടൽ എത്രയാണ്? 8 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. അത് ഇവിടെ എഴുതിയാൽ കൺഫ്യൂഷൻ ആവും അല്ലേ? ഓക്കെ, ടോട്ടൽ എത്രയാണിത്? 8 സെന്റിമീറ്റർ. മഞ്ഞ എത്രയാണ്? ഈ ചെറുത് മാത്രമല്ലേ, ഈ ടോട്ടൽ മഞ്ഞ എത്ര? 6 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ഏരിയ, പരപ്പളവ് കാണുക. സാറേ ഇത് കാണണമെങ്കിൽ ഒരു പ്രത്യേക സാധനം സാർ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏരിയ ഓഫ് പാരലലോഗ്രാം. നേരത്തെ സാറ് പറഞ്ഞു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന്. പക്ഷേ സാർ ഇവിടെ ബേസും അറിയില്ല ഹൈറ്റും അറിയില്ല, ആകെ അറിയുന്ന 2 ഡയഗണൽസ് മാത്രമാണ്. സോ മക്കൾ അറിഞ്ഞിരിക്കണം, ഒരു പാരലലോഗ്രാമിൻ്റെ 2 ഡയഗണൽസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എങ്ങനെ കാണും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സോ ഏരിയ എങ്ങനെയാണ് കാണുക? പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് തന്നു കഴിഞ്ഞാൽ ഹാഫ് d1 ഇൻറ്റു d2 സാറേ, ഹാഫ് d1 ഇൻറ്റു d2. സിമ്പിളാണ് സാറേ. എന്താ d1 d2 എന്നൊക്കെ പറഞ്ഞാൽ? സാർ d1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വികരണം 6, d2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വികരണം 8. നമുക്ക് ആൻസർ കാണണമെങ്കിൽ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു, ഞാൻ പറയില്ല, സിമ്പിള്. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആൻസർ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെടാ, ബൈ.